നിറഞ്ഞു നിൽക്കുന്ന ഒരു ചന്തയാണ് ഉക്കാദ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ചന്ത. ആ സ്ഥലത്ത് ജനങ്ങൾ തടിച്ചു കൂടുമ്പോൾ പ്രവാചകൻ ഒരിടത്ത് ചെന്ന് നിൽക്കുന്നു. ഈ ആളുകളെല്ലാം തിരക്കിലാണ്, കൊടുക്കലും വാങ്ങലുമാണ്, ബഹളമാണ്, പെശകലാണ്. ഓരോന്നിനും വില പറഞ്ഞ് ലേലം വിളിച്ച് ഭയങ്കരമായ ശബ്ദമാണ്. ഉക്കാദിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളൊന്നുമില്ലാതെ നിന്നുകൊണ്ട് ദഅവത്ത് നടത്തുകയാണ്, പ്രബോധനം, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണ്. കുറെയെല്ലാം ആളുകൾ കേട്ടും മറന്നും അതങ്ങനെ പോയി. ആ ശബ്ദം അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ചിലർ കാതോർത്തു. സാധനങ്ങൾ എണ്ണുന്നതിനിടക്ക്, വില കൊടുക്കുന്നതിനിടക്ക്, സാധനങ്ങൾ തിരയുന്നതിനിടക്ക് ഈ ഒരു അസാധാരണ ശബ്ദം, ഈ ശബ്ദവും അതിൻ്റെ ഗാംഭീര്യവും അതിൻ്റെ ഉൾക്കനവും എല്ലാം വ്യത്യസ്തമാണ്. ഇവർ ആകർഷിക്കുന്നു. യാദൃച്ഛികമാണ്. യാദൃച്ഛികമായി കേൾക്കുന്ന ആ ശബ്ദം അവരെ ആകർഷിക്കുന്നു. അവർ കാതോർക്കുന്നു. പിന്നെ ബോധപൂർവമാണ്. അവരെ സ്വന്തം കച്ചവട സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ആരാണ് ഈ ശബ്ദമുണ്ടാക്കുന്നത്, ആരാണ് ഈ പ്രസംഗിക്കുന്നത്, സംസാരിക്കുന്നത്, അവരടുത്തടുത്ത് വരുന്നു. ഒരു കൂട്ടം രൂപം കൊള്ളുന്നു. ഒരു വലിയ കൂട്ടം, ബുദ്ധിജീവികളുടെ കൂട്ടം ആ 10,000 പങ്കെടുത്ത സ്ഥലത്ത് നിന്ന് പ്രവാചകന്റെ ചുറ്റും ഒരുമിച്ച് കൂടുന്നു. അവിടെ വെച്ച് പ്രബോധനം നടത്തുന്നു. എത്ര മനഃശാസ്ത്രപരമായ സമീപനമാണെന്നറിയാമോ? ഏത് നന്മയും തിന്മകളെ അതിജീവിക്കും എന്നുള്ളതിന്, ഏത് ബഹളത്തിനിടയിലും സത്യം ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതിന് എമ്പാടും ഉദാഹരണങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഏത് ബഹളമയമായ സദസ്സിനെയും വശ്യമായ ഒരു ശബ്ദം കൊണ്ട് അവരെ മൗനികളാക്കി മാറ്റാൻ കഴിയും. പ്രവാചകന്റെ ശബ്ദം ആകർഷകമായിരുന്നു. അത് മനോഹരമായിരുന്നു. അതിലെ ആശയം വളരെ ഗാംഭീര്യത്തോടു കൂടെയാണ് അവതരിപ്പിച്ചതെങ്കിലും അത് സുന്ദരമായിരുന്നു. മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. അവർ കാതോർത്തു, എഴുന്നേറ്റ് പോയി അത് വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ചു. ആ കൂട്ടം ആളുകളാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മദീനയിൽ നിന്ന് കച്ചവടത്തിന് വേണ്ടി വന്നിരുന്ന വ്യവസായ പ്രമുഖരായ ആളുകളെ ഈ ദീനിലേക്ക് ആകർഷിച്ചത്. ഇസ്ലാമിക ദഅവത്തിലെ ഏറ്റവും ആകർഷണീയമായ ദഅവത്തായിരുന്നു ഉക്കാദിലെ